ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ സാന്ത്വനത്തിൽ അലോകിന്റെയും അനുവിന്റെയും കോടതി ഭാഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. ആദ്യം അലോകിന്റെ വക്കീൽ തന്നെയാണ് നമ്മൾ അലോകിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. അലോക് അനുവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അനു അലോകിനെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ വീട്ടുകാർ നിർബന്ധപ്രകാരം അവളൊരു വേറൊരു വിവാഹത്തിന് സമ്മതിക്കായിരുന്നു. ആ വിവാഹത്തിന്റെ തലേന്ന് അവൾ മനസ്സിലാക്കി അലോകിനെ പിരിഞ്ഞ് അവൾക്ക് ഒരു നേരം പോലും ഇരിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ വിവാഹത്തിന്റെ ആ ഒരു തലേ ദിവസം മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോ അനു അലോകിന്റെ കൂടെ ഇറങ്ങി പോകുമായിരുന്നു. അലോകിനോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അലോക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോ തൽക്കാലം ഈ കല്യാണം മാറ്റിവെക്കാൻ അല്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് വെക്കാനായിട്ട് നമുക്കൊരു നാടകം കളിക്കാം എന്ന് പറഞ്ഞിട്ട് അലോകും അനുവും കൂടി കളിച്ചൊരു നാടകമാണ് ഈ താലിമാലയുടെ നാടകം. പക്ഷെ ഇവർ തമ്മിൽ ശരിക്കും യഥാർത്ഥ പ്രണയത്തിലാണ്. ഒരിക്കലും അലോക് അനുവിനെ ചതിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോയതല്ല എന്നൊക്കെ പണ്ട് ഭയങ്കര കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനുവിന്റെ വക്കീല് പല പ്രാവശ്യം എഴുന്നേറ്റ് ഒബ്ജക്ഷൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കോടതി കേൾക്കുന്നുണ്ട്. അപ്പൊ ആദ്യം അലോകിനെ ഇങ്ങനെ വിസ്താരം കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് കഴിഞ്ഞ ശേഷം അനുവിനെ കോടതിയിലെ അതായത് പ്രതിക്കൂട്ടിലേക്ക് നിർത്താണ്. അപ്പൊ ആ ഒരു ഭാഗത്തോടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞത്. അപ്പൊ നമ്മുടെ അനുവിന്റെ വക്കീൽ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ നിൽക്കുന്ന അലോക് കല്യാണത്തിന് അതായത് അനുവിന്റെ വിവാഹം അതായത് അജീവനായിട്ടുള്ള വിവാഹത്തിന്റെ തലേ ദിവസം വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണോ അനു ഇറങ്ങിപ്പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അനു അങ്ങനെ കുറച്ചിരുന്ന് മിണ്ടാതെ പിന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം അലോക് ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഓരോന്നായിട്ട് നമ്മുടെ അനു മനസ്സിൽ വിചാരിക്കുകയാണ്. തന്നെ തട്ടിക്കൊണ്ടു പോയതും ജീവന്റെ വീട്ടുകാർ മുമ്പ് നാണം കെട്ടതും അതിനേക്കാളും പുറമെ ദേവിയടത്തിന്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം അലോകാണല്ലോ. അപ്പൊ അതെല്ലാം തന്നെ മനസ്സിൽ വെച്ചിട്ട് പക പോലെ നീട്ടുവാണ് നമ്മുടെ അനു. അതിനുശേഷം പറയേണ്ടത്, അതെ ഇവൻ എന്നോട് പറഞ്ഞു കല്യാണത്തിന് തലേ ദിവസം എന്നെ വിളിക്കായിരുന്നു, എന്നിട്ട് അലോകിനോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നും എന്റെ ചേട്ടന്മാരെയും അച്ഛനെയൊക്കെ ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി നാളെ നിന്റെ വിവാഹത്തിന്റെ മുഹൂർത്തത്തിന് മുമ്പായിട്ട് നിന്റെ ആര്യൻ എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചു കിടക്കുന്നത് നിനക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തി. ഇവന്റെ ഭീഷണിക്ക് മുമ്പ് ഞാൻ വീണുപോയി. കാരണം ഒരു മാപ്പ് പറഞ്ഞ പ്രശ്നങ്ങൾ തീരുമെന്നുണ്ടെങ്കിൽ തീരട്ടെ എന്നേ ഞാനും വിചാരിച്ചുള്ളൂ. അങ്ങനെ അവൻ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് മാപ്പ് പറയാൻ പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞ പോലെ തന്നെ മാപ്പ് പറയുകയും ചെയ്തു. പക്ഷെ അപ്പൊ അവന് ആ മാപ്പ് പോരോ, ഒന്നും കൂടി മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ട് വല്ലാത്ത രീതിയിൽ അതിനോട് സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അവന്റെ കുറച്ച് ഗുണ്ടകള് തൊട്ടപ്പുറത്തിന് ഒരു വാഹനത്തിലുണ്ടായിരുന്നു. അവരെല്ലാരും കൂടി എന്നെ പിടിച്ചു വലിച്ച് അങ്ങനെ മയക്കണ അതായത് ഒരു കോട്ടണിൽ മയക്കണ സംഭവം വെച്ചിട്ട് എന്നെ മയക്കി കിടത്തിയിട്ടാണ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത് എന്നൊക്കെ പറയണം. അത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. രാവിലെ നേരം വെളുത്തപ്പോഴേക്കും ഇവൻ എന്നെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു, എന്റെ വിവാഹം മുടങ്ങിയ സന്തോഷമായിരുന്നു. ഞാൻ ഇവന്റെ കാല് പിടിക്കുന്ന രീതിയിൽ പറഞ്ഞു, എന്റെ വീട്ടുകാരെ നാണം കെടും, അലോകി നീ ഒരിക്കലും പോയി എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പകയും കാര്യങ്ങളൊക്കെ വീട്ടിനെയും ചോദിച്ചു. പാവം പറഞ്ഞത്, ഇത് എന്റെ വീട്ടുകാരുള്ള ദേഷ്യമാണ്, പകയാണ് എന്നോട് തീർക്കണേന്നാ പറഞ്ഞത്. അങ്ങനെ വിവാഹം മുടക്കണമെന്ന് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവന്റെ വല്യച്ഛനെ ആലോചിച്ച ഒരു അമേരിക്കക്കാരി പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം, അതായിരുന്നു അലോകിന്റെ ഉദ്ദേശം. അങ്ങനെ എന്റെ വീട്ടുകാരെ വേദനിപ്പിച്ച് അവനൊരു സുഖമായിട്ടൊരു ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ തന്നെയാണ് അവൻ ഒളിപ്പിച്ചിട്ട് താലി എടുത്തിട്ട് എന്റെ കഴുത്തിലേക്ക് ഞാൻ തന്നെയാണ് ഇട്ടത്. ശേഷം അവന്റെ ഭാര്യയായിട്ട് അവന്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു. ഇവന്റെ കൊണ്ടുള്ള ഉപദ്രവം കൂടി വരുമായിരുന്നു. എന്നെ കാണുന്നത് ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞ് ബോഡി ഷേമിങ് എപ്പോഴും ചെയ്യായിരുന്നു. എന്റെ മുഖം എടുത്ത് നിലത്തുരയ്ക്കാൻ തോന്നുവാണ്, എന്നെക്കാളും 10 ഇരട്ടി നല്ല പെണ്ണിനെ അവനെ കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേദനിപ്പിക്കും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്. ബെഡ്റൂമിൽ കിടക്കുമ്പോൾ പോലും ഇവൻ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ അനു പറയണം. അപ്പൊ അതെല്ലാം തന്നെ പറയുമ്പോഴേക്കും കോടതിയിൽ അലോകിന്റെ വക്കീൽ എഴുന്നേറ്റ് നിന്ന് പറയേണ്ടത്, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ കോടതി വിശ്വസിക്കണോ അല്ലെ? നിങ്ങളല്ലേ അലോകിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയത്, അല്ലാതെ അലോക് പിടിച്ചു വലിച്ച് പുറത്തോട്ട് പോയതല്ലോ. അപ്പൊ തെറ്റുകാരിയാണ് നീ തന്നെയാണ്. നിന്റെ വിവാഹം എന്ന് പറഞ്ഞ ബോധം നിനക്ക് വേണ്ടേ? അലോക് എന്നല്ല ഏത് പയ്യനാണെങ്കിലും ഒന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞു അർദ്ധരാത്രി പുറത്തേക്ക് വിളിച്ച അങ്ങനെ ഒരു പെൺകുട്ടി ഇറങ്ങി പോകാവോ? അതാണ് തറവാട്ടിൽ പിറന്ന പെൺകുട്ടികൾ ചെയ്യേണ്ടത്. അപ്പൊ നിന്റെ തറവാടുണ്ട, നല്ല തറവാടല്ലേ എന്ന് പറഞ്ഞ് തറവാടിനെയും കുറ്റം പറയാൻ നിൽക്കാണ് ഈ വക്കീൽ കേട്ടോ. ഇതൊക്കെ കേട്ട് അനുവിന്റെ ടെമ്പർ തെറ്റാണ്. അനു പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഈ അലോക് ഇത് മാത്രല്ല, ഇതിനു മുമ്പും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടിലേക്ക് കടന്നു വന്നതിന് ശേഷം ഗർഭിണിയായിട്ടുള്ള ദേവിയെടുത്തിനെ പിടിച്ച് തള്ളുകയും ദേവിയെടുത്തേക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടാനും കാരണം ഇവൻ തന്നെയാണ്. മാത്രല്ല ഇവന് ഒരുപാട് ക്രൂരതകൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. പല തട്ടിപ്പിലും വെട്ടിപ്പിലും പ്രതിയാണ് ഇവനും ഇവന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനു ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ കുറെ തെളിവുകൾ അവരും അങ്ങോട്ട് പറയുകയും കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അനു ഓരോന്നൊക്കെ പറയുമ്പോൾ കോടതിക്ക് പോലും മനസ്സിലാവാണ് അനു പറഞ്ഞ സത്യസന്ധത ഉണ്ട്. പിന്നെ കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ അനു കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അനുവിനോട് ചോദിക്കുന്നുണ്ട്,
നിങ്ങൾ ഇങ്ങനെ സഹായിക്കാനായിട്ട് അനുവും അലവും തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നല്ലോ. അപ്പൊ നിങ്ങളുടെ ഇടനിലക്കാരായിട്ട് സഹായിക്കാനായിട്ട് ആരാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ആ സുകന്യയുടെ പേര് പോലും അനു പറയാട്ടോ. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഞാൻ അലോകായിട്ട് വേണ്ട എല്ലാം വേണ്ടെന്ന് വെച്ചപ്പോഴും സുകന്യേച്ചിയാണ് എന്നെ നിർബന്ധിച്ച് അലോക് ഒരു പാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അലോകിനോട് സംസാരിക്കാനൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ശത്രുത മാറണമെങ്കിൽ മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അലോകിനെ സ്നേഹിച്ചത് പോലും. പക്ഷെ ഇവൻ കാണിച്ചതോ എന്നെ ശത്രുവിന്റെ മകളായിട്ടുള്ള എന്നെ പ്രണയിച്ച് ആ ശത്രുത തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ നോക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തെളിവുകളടക്കം പറയാണ്. കല്യാണത്തിന് തലേന്ന് എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത്, അതായത് വേറൊരു പെണ്ണിന്റെ ഇതായിട്ട് മോർഫ് ചെയ്തിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി, ഇവന്റെ കൂടെയുള്ള ഫേക്ക് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടാക്കി ഫോട്ടോസ് ഉണ്ടാക്കിയിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും ആ ഫോട്ടോസ് എടുത്തിട്ട് എന്റെ വീടിന്റെ മുറ്റത്തും കടയുടെ മുറ്റത്തും അതുപോലെ തന്നെ റോട്ടിലും ബസ് സ്റ്റോപ്പിലൊക്കെ ഒട്ടിച്ചു വെക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ആ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കണം. ഇത് ഈ ഫോട്ടോസ് ആണ് ഇങ്ങനെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ തെളിവുകളും അനുയുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കാണിച്ചു കോടതിക്ക് മനസ്സിലാവാണ് അനുയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, എല്ലാം ചെയ്തേക്കുന്നത് അലോകാണെന്നും. അങ്ങനെ അപ്പൊ തന്നെ അച്യുതന്റെ പകുതിയോളം ഇത് പോകും കേട്ടോ. അയ്യോ ഇനിയിപ്പൊ തന്നെ മോനെ രക്ഷപ്പെടുത്താനാവില്ല എന്നൊരു ചിന്ത അച്യുതൻ അപ്പൊ തന്നെ വരും. അപ്പൊ അച്യുതൻ നമ്മുടെ വക്കീലിനോട് പറയും എന്തെങ്കിലും സംസാരിക്കും, എന്തെങ്കിലും പറ, എന്റെ മോൻ എങ്ങനെയെങ്കിലൊക്കെ ഇറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണം. അപ്പൊ കോടതി ഇങ്ങനെ കോടതിയിൽ ഇങ്ങനെ അപ്പൊ അലോകിന്റെ വക്കീൽ എന്നിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവൾ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല. അലോകിനോട് ഞാൻ സംസാരിച്ച സമയത്ത് രാത്രി എന്നെ പിടിച്ചുകൊണ്ട് പോണ സമയത്ത് ആ റോഡിലൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ക്യാമറ പരിശോധിച്ച എല്ലാം മനസ്സിലാവും എന്ന് പറയണം. അങ്ങനെ കൂടുതൽ തെളിവുകളും കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി കോടതി ഒരു പോലീസിനെ അറേഞ്ച് ചെയ്യാണ്. അത് അന്വേഷിക്കാൻ വേണ്ടി അന്വേഷണത്തിന് വേണ്ടി ഒരാളെ അറേഞ്ച് ചെയ്യാണ്. ഇതൊക്കെ അന്വേഷിച്ച് ഇതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വ്യക്തമായിട്ടുള്ള കാര്യമായിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഒരാളെ ഏർപ്പാടാക്കാൻ കേട്ടോ. അതുവരെ അലോകിനെ ജയിലിലേക്ക് തന്നെ പറഞ്ഞു വിടുവാണ്. അപ്പൊ അച്യുതനാകെ ഷോക്കായി പോയി. ഈശ്വര എന്റെ മോൻ വീണ്ടും ജയിലിലേക്ക് പറഞ്ഞിട്ട് നെഞ്ചത്ത് കൈവച്ച് തലയിലും കൈവച്ചിട്ട് പൊട്ടിക്കരയാണ് അച്യുതൻ. അപ്പൊ ആ സമയത്ത് അലോകിനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകട്ടെ. അപ്പൊ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അലോകിന് അവസാനത്തെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ അനുവിന്റെ കാല് പിടിച്ചില്ലെങ്കിൽ അനുവിന്റെ മാപ്പ് പറയാന്ന് മാത്രമല്ല. അപ്പൊ അടുത്ത പ്രാവശ്യം കോടതി കൂടുമ്പോഴെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് അനുവിനോട് സംസാരിക്കുകയാണ്. അലോക് നിന്നോട് ഞാൻ ചെയ്ത ക്രൂരതകളൊക്കെ നീ എന്നോട് ക്ഷമിക്കണം അനു, എനിക്ക് മനസ്സിലായി ഞാൻ നിന്നോട് എത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, അതിനെല്ലാം ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്, നീ എന്നോട് ക്ഷമിക്കണം അനു എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിന്റെ കാല് പിടിക്കുന്ന രീതിയിൽ സംസാരിക്കണം അലോക്. അതിനുശേഷം വീണ്ടും ജയിലിലേക്ക് പോകുന്നുണ്ട്. അച്യുതനാണെങ്കിൽ പൊറുതി മുട്ടാണ്. ഈശ്വരൻ ഞാൻ എന്ത് ചെയ്യും, എന്റെ മോൻ എനിക്ക് തിരിച്ചിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോകും, രാജശ്രീ അടുത്ത് എന്ത് പറയും, അവള് കാത്തിരിക്കാണ് ഏട്ടാന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടുന്ന് കരച്ചിലാണ്. അപ്പൊ അനന്തം പറയണ്ട എടാ അച്യുത നമുക്ക് ശ്രമിക്കാം, ഈ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി, ആ കോടതി ഈ കോടതി നമുക്ക് എവിടെയെങ്കിലും എങ്ങനെ പോകണമെങ്കിൽ അലോകിനെ രക്ഷപ്പെടുത്താന്ന് അനന്തനും പറയുന്നുണ്ടെങ്കിലും അനന്തൻ അതിനു വേണ്ടി കൂടുതൽ ശ്രമിക്കുമെന്നില്ല. കാരണം അലോകിന്റെ ഭാഗത്താണല്ലോ തെറ്റ്, എന്തിനാ തെറ്റിനെ കൂട്ടു നിൽക്കണമെന്ന് അനന്തനും വിചാരിക്കണം. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതിന്റെ പ്രൊമോ ഡീറ്റെയിൽസ് 7 മണിക്ക് വരുന്ന പ്രൊമോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കാത്തിരുന്ന് കാണാം. ബൈ ബൈ.